ഇവരുമായിട്ടുള്ള ഐക്യ ചർച്ചകളിൽ ഈ സമസ്ത വിഭാഗം, അതായത് സുന്നികൾ സലഫികൾക്ക്, മുജാഹിദ് സംഘടനകൾക്ക് അയച്ചൊരു കത്തുണ്ട്. ഞങ്ങളെ മുസ്ലിങ്ങളായിട്ട് പരിഗണിക്കുമോ? അപ്പോഴാണല്ലോ മുസ്ലിം ഐക്യം എന്നുള്ള നിലക്ക് നമുക്ക് ഒരുമിച്ചിരിക്കാനും ചർച്ചകൾ നടത്താനും സാധിക്കുക. അങ്ങനെ സമസ്തക്കാര് മുജാഹിദ് സംഘടന ഓഫീസിലേക്ക് ഒരു കത്തയച്ചു, ഞങ്ങൾ മുസ്ലിമായി പരിഗണിക്കുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതിന് ഇതുവരെ അവർ മറുപടി കൊടുത്തിട്ടില്ല. നമസ്കാരം. എന്താണ് പുതിയ വാർത്തകൾ? നിമിഷപ്രിയയുടെ വിഷയത്തിലുള്ള അപ്ഡേഷൻസ്? നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിക്കും റദ്ദാക്കിയോ, അതോ പറഞ്ഞു കേൾക്കുന്ന കഥകളാണോ? സത്യാവസ്ഥ എന്താ? കഴിഞ്ഞ ജൂലൈ 15-ന് നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി നീട്ടിവെച്ചതായിട്ടുള്ള ഉത്തരവ് കാന്തപുരം ഉസ്താദ് പുറത്തുവിട്ടിരുന്നു. അതിനുശേഷവും അനുദിനം അവിടെ ചർച്ചകൾ സജീവമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിമിഷപ്രിയയുടെ ഇരയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളോടും യമനിലെ ഭരണകൂടങ്ങളോടും എല്ലാമുള്ള ചർച്ചകൾ അവിടെയുള്ള സൂഫി പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നു. അതിന്റെ ഒക്കെ ഒരു അന്തിമ ഫലമായിട്ടാണ് നമുക്ക് മുമ്പിൽ 3 ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ഒന്നുകിൽ വധശിക്ഷ നടപ്പിലാക്കുക, അല്ലെങ്കിൽ വധശിക്ഷയിൽ ഇളവ് നൽകിക്കൊണ്ട് മറ്റേതെങ്കിലും ശിക്ഷ നടപ്പിലാക്കുക, ജീവപര്യന്തം പോലെയുള്ള. മൂന്നാമത്തത് കുടുംബം മാപ്പ് കൊടുത്ത് ജയിൽ മോചനം നൽകുക. ഇതിൽ ആദ്യത്തത് ഇനി ഉണ്ടാവില്ല. വധശിക്ഷ എന്നുള്ള തീരുമാനത്തിലേക്ക് ഇനി പോകില്ല. ഒന്നുകിൽ ജയിൽ മോചനം അല്ലെങ്കിൽ ജീവപര്യന്തം പോലെയുള്ള ശിക്ഷകൾ എന്നതിലേക്ക് ധാരണയായിട്ടുണ്ട് എന്ന് ഇന്നലെ നടന്ന ചർച്ചകൾക്ക് ശേഷം അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ കാന്തപുരം ഉസ്താദ് വഴിയാണല്ലോ ഇപ്പൊ ഇതും പുറത്തേക്ക് വരുന്നത്. അപ്പോ അത് എങ്ങനെ, ഏത് രീതിയിലാണ് ആ വിവരം കിട്ടിയത്? പിന്നെ ഒരു സൂഫി പണ്ഡിതനാണ്, സുന്നി സൂഫി പണ്ഡിതനാണ് ഈ വിഷയത്തിൽ ഇടപെടുകയും ചർച്ചകൾ നടത്തിയത് എന്നെല്ലാമാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഈ തലാലിന്റെ കുടുംബം ഒരു ഷിയാക്കളാണോ? അപ്പോ സുന്നി ഷിയ ബന്ധം എങ്ങനെയാണ് യമനില്? സുന്നികൾ പറഞ്ഞാൽ ഷിയാക്കൾ കേൾക്കോ? ഇതിൽ ആദ്യം ഒന്ന്, കാന്തപുരം ഉസ്താദിന്റെ ഓഫീസാണ് ഈ വധശിക്ഷ റദ്ദ് ചെയ്തതായിട്ടുള്ള അങ്ങനെ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള തീരുമാനം ആദ്യമായിട്ട് ഔട്ട് ചെയ്യുന്നത് ഇന്നലെ രാത്രി. അപ്പോൾ പലരും അതിനെ ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ തന്റെ സൗഹൃദത്തിലൂടെയുള്ള ഇടപെടൽ, അത്തരമൊരു സ്വാധീനവും സൗഹൃദവും അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് കേരളം കാന്തപുരം ഉസ്താദിന്റെ വാക്കുകൾക്ക് കാതോർത്ത് നിൽക്കുന്നതും അദ്ദേഹത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതും. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഉത്തരവും അദ്ദേഹം സ്ഥിരീകരിച്ചപ്പോഴും ഇവിടെയുള്ള പലരും അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ചെയ്തിരുന്നു. പിന്നീടാണ് അവർ സ്ഥിരീകരിക്കുന്നത്. അതുപോലെ വൈകാതെ ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഇവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളൊക്കെയും ഈ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കും. ഒന്ന്. രണ്ടാമത്തെ, നിങ്ങൾ ചോദിച്ചത് ഷിയാക്കളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ സജീവമായി കാണുന്ന ഒരു സാധനമാണ്, ഇദ്ദേഹം സുന്നി സൂഫിയാണ്, കുടുംബം ഷിയാണ്, അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഖവിലൊക്കെ എടുക്കില്ല. ഇപ്പോ ഇതിൽ രസകരമായ ഒരു സാധനം, ഒരു പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവണമെന്നില്ല. ജൂലൈ 15 മുതൽ ഒരു 2-3 ആളുകള് കേരളം മുഴുവൻ നടന്ന് പ്രസംഗിക്കുകയാണ്. നിമിഷപ്രിയയും കാന്തപുരവും സബ്ജക്റ്റാണ്. അപ്പോ ഈ വളരെ മോശമായ ഭാഷയിൽ ഒരു പെമ്പറന്നോളെ ജയിലിൽ നിറക്കാൻ വേണ്ടി, ക്രിമിനലായ ഒരു പെമ്പറന്നോളെ ജയിലിൽ നിറക്കാൻ വേണ്ടിയിട്ട് ആയുസിന്റെ അവസാന നിമിഷത്തിൽ ഇയാൾ ഇടപെടുന്നു എന്നൊക്കെ വളരെ റെസ്പെക്ട് ഇല്ലാത്ത ഭാഷയിലൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് 2-3 ആളുകൾ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. അവരുടെ ഒരു ക്ലിപ്പ് എനിക്ക് ആരോ അയച്ചു തന്നു. അതിൽ ഞാൻ ഈ സംഭവം കണ്ടു. ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഹൂത്തികൾ എന്ന് പറയുന്നത് ഷിയാക്കളിലെ സയ്യിദിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം. ഷിയ എന്ന് പറയുന്നത് ഒരുപാട് കാറ്റഗറി ഉണ്ട്. അപ്പൊ ഈ സുന്നി സിയ സംഘടനകളിലെ സുന്നികളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന, ആദർശപരമായും ആശയപരമായും സുന്നികൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അക്കീദയില് അശ്അരി അക്കീദ, അതായത് നമ്മളൊക്കെ ഒരു വിശ്വാസ തിയോളജിക്കലി ഞങ്ങളുടെ ഒരു സ്കൂളാണ് അശ്അരി സ്കൂൾ എന്ന് പറയുന്നത്. അതിനോടും കർമ്മശാസ്ത്രപരമായിട്ട് ഇമാം ഷാഫിയെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് കേരളത്തിലെ സുന്നികൾ. യമനിലെ സുന്നികളും ഇമാം ഷാഫിയെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. കർമ്മശാസ്ത്രപരമായിട്ട് ഷാഫി സ്കൂളിനോടും ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ കുറവുള്ള ഷിയാക്കളിലെ ഒരു വിഭാഗമാണ് സയ്യിദികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ സയ്യിദിയാക്കൾ പൊതുവെ സുന്നി മുസ്ലിങ്ങളുമായിട്ട് വളരെ നല്ല സഹവർത്തിത്വത്തിൽ കഴിയുന്ന ആളുകളാണ്. അവർക്ക് വളരെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ അവർക്കിടയിലുള്ളൂ. മാത്രമല്ല, ഇപ്പൊ ഈ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീദ് തങ്ങളുടെ ദാറുൽ മുസ്തഫ ഇസ്ലാമിക് ട്രഡീഷണൽ ഇസ്ലാമിക് സ്കൂൾ, ഞാൻ ആ സർവകലാശാലയിൽ പഠിച്ചതാണ്. അവിടെ ഈ സയ്യിദിയാക്കളിൽപ്പെട്ട ഒരുപാട് കുട്ടികൾ വന്ന് പഠിക്കാറുണ്ട്. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ പോലും സയ്യിദിയ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾ ഈ ഇദ്ദേഹത്തിന്റെ ഇസ്ലാമിക സർവകലാശാലയിൽ വന്ന് പഠിച്ചിരുന്നു. എന്റെ ക്ലാസ്സിൽ പോലും ഉണ്ടായിരുന്നു. അപ്പൊ സയ്യിദിയാക്കൾ പോലും ഹബീബ് ഉമറിനെ
ഇപ്പൊ സൈദിയാക്കൾ അങ്ങനെ സുന്നികളെ കാടടച്ചെതിർക്കുന്നതല്ല യമനിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഹബീബ് ഉമറിനൊക്കെ അവരുടെ മഹത്വം കൽപ്പിച്ചുകൊണ്ട് തന്നെ പരിഗണിക്കുന്ന, ആദരിക്കുന്ന ഒരു വലിയ വിഭാഗം സൈദിയാക്കൾ യമനിലുണ്ട്. രണ്ടാമത്തത്, ഈ കുടുംബം മുഴുവൻ ഷിയാക്കളൊന്നുമല്ല. ഈ അൽവി സ്വാബി എന്ന് പറയുന്ന ആ ഗോത്രത്തിൽ ഷിയാക്കളുണ്ട്, മീൻസ് സൈദിയാക്കളുണ്ട്. സൈദിയാക്കൾ ഒരിക്കലും ഈ പ്രവാചകന്റെ അനുചരന്മാരായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ആക്ഷേപിക്കുന്നവരല്ല യമനിലെ സൈദികൾ എന്ന് പറയുന്നത്. അവരാക്ഷേപിക്കുന്ന വളരെ അഗ്രസീവായിട്ടുള്ള ഷിയാക്കളിലേക്ക് ഒരിക്കലും ഇവരെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഈ കുടുംബത്തില് അബിയുമറിനടക്കം ഫോളോ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള സൂഫി സുന്നികളുണ്ട്, ഷിയാക്കളായിട്ടുള്ള സയ്യിദികളുണ്ട്, അതേ സമയത്ത് തീവ്ര സെലഫികളും ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഈ ചർച്ചകൾക്കൊക്കെ തടസ്സം ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഈ സെലഫിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബത്തിലെ ആളുകൾ മാത്രമാണ്. ഇവിടെ വരുന്ന അടുത്ത ചോദ്യമാണ് തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക്. എന്തൊക്കെ വാർത്തകൾ നിമിഷപ്രിയയെ കുറിച്ച് കേരളത്തിൽ വരുന്നോ അതിന്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഇട്ടുകൊണ്ട് അറബിയിൽ ഇല്ല, ഞങ്ങൾ ഇതിന് വഴങ്ങില്ല, വധശിക്ഷ തന്നെ വേണം, ഒരു ഒത്തുതീർപ്പില്ല, ഞങ്ങളോട് ആരും ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ള നേരെ എഗെയിൻസ്റ്റ് ആയ പോസ്റ്റുകളാണ് അദ്ദേഹം ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതെന്താണ്? അപ്പൊ ആളുകൾ ഏതാണ് വിശ്വസിക്കേണ്ടത്? കുടുംബത്തിൽ നിന്ന് ഒരാൾ പറയുന്നതാണോ അതോ ഇവിടെ കേരളത്തിലിരുന്ന് പറയുന്നതാണോ? എന്താ വിശ്വസിക്കുക ശരിക്ക്? അതില് ഈ ജൂലൈ 15-ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദ് ഒരു ഉത്തരവ് പുറത്തുവിടുന്നു. വധശിക്ഷ നാളെ നടപ്പിലാവില്ല, താൽക്കാലികമായി നീട്ടിവെച്ചിട്ടുണ്ട് എന്ന്. അന്ന് വൈകുന്നേരം നമ്മൾ കണ്ടത്, കേരളത്തിൽ ചിലർ ഉൾപ്പെടെ ആഘോഷിച്ചത്, അങ്ങനെയാണ് ഈ തലാലിന്റെ സഹോദരൻ എന്നൊക്കെ പറയുന്ന ഒരു അക്കൗണ്ട് പുറത്തു വരുന്നത്. അതിൽ വന്ന പോസ്റ്റ്, ഇന്ത്യയിലെ മുഫ്തി പുറത്തുവിട്ട ഉത്തരവ് ശരിയല്ല, ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു ഉത്തരവും ലഭിച്ചിട്ടില്ല, നാളെ കൃത്യസമയത്ത് തന്നെ വധശിക്ഷ നടപ്പിലാവും എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു ഇതേ അക്കൗണ്ടില്. പിന്നീട് 16-ാം തീയതി എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലായി, നമ്മൾ കണ്ടറിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലെ വിവരങ്ങളെ അത്രേ കാണേണ്ടതുള്ളൂ. അദ്ദേഹം ഒരു വൈകാരികമായ അവസ്ഥയിലാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വേദനയോടൊപ്പമാണ്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ രക്തത്തിന്റെ വേദന അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട്. അപ്പൊ കുടുംബത്തിൽ അനുനയ ചർച്ചകൾ നടക്കുമ്പോൾ കുടുംബത്തിലുള്ള എല്ലാ ആളുകളുടെ സമ്മതമൊന്നും വേണമെന്ന് ഇസ്ലാമിക ശരിയാലോലില്ല. അപ്പൊ ആരിൽ നിന്നാണോ നമുക്ക് ആശ്വാസകരമായ തീരുമാനം ഉണ്ടാകാൻ സമ്മതം ആവശ്യമുള്ളത്, അവരുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ചിലപ്പോ നമ്മൾ ഇത്തരം വളരെ സങ്കീർണമായ ചർച്ചകളിൽ നിന്ന് ചില വിവരങ്ങൾ ചില ആളുകളിൽ നിന്ന് മറച്ചു വെക്കും. വൈകാരികമായി അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ വൈകാരികമായ അവസ്ഥയിൽ നിന്ന്, ആ ഒരു വേദനയിൽ നിന്ന് വളരെ വാശിയേറിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആളുകൾ ചിലപ്പോൾ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടാകാം, അറിയിക്കാതിരുന്നിട്ടുണ്ടാകാം. എങ്കിലും ആ സഹോദരന്റെ വേദനയെ കൂടി നമ്മൾ ആശ്വസിപ്പിച്ചും അനുനയിപ്പിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. മറ്റൊന്ന്, ഈ കുടുംബത്തിന്റെ വർഷങ്ങളായിട്ട് ഈ കുടുംബത്തിന്റെ സ്പോക്ക് പേഴ്സൺ ആയിട്ട് ഉണ്ടായിരുന്ന ആളാണ് സർഹാൻ ഷംസാൻ അൽ വിസ്വാബി എന്ന് പറയുന്നത്. ഇവരുടെ ഗോത്രത്തിൽപ്പെട്ട ഈ ഫത്താഹ് മഹദിയുടെ ഒക്കെ സുഹൃത്തായിട്ടുള്ള യമനിലെ പ്രമുഖ ആക്ടിവിസ്റ്റ് ആണ്. തലാലിന്റെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയാണ് ഇദ്ദേഹം. നമ്മൾ ഔട്ട് ചെയ്ത മിനിറ്റുകൾക്കകം ഈ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായിട്ടുണ്ട് എന്നുള്ളത് മതപണ്ഡിതന്മാരുടെ ശക്തമായ ഇടപെടൽ മൂലം എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്ന വാർത്തകളും അദ്ദേഹം ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ ചിന്തിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. പക്ഷെ നമ്മൾ മലയാളികൾക്ക് തലാലിന്റെ ബ്രദറിന്റെ ഫേസ്ബുക്ക് പ്രചരിപ്പിക്കാനാണ് ഒരു സന്തോഷം. മറ്റു ചില താല്പര്യങ്ങളാണ്. യമനികൾ എങ്ങനെയുള്ള ആളുകളാണ് ശരിക്ക്? യമനികൾ ഇതുപോലെ ക്ഷമിക്കുന്ന ആളുകളാണോ, പൊറുക്കുന്ന ആളുകളാണോ, അതോ തലാലിന്റെ ബ്രദറിന്റെ പോലെ ഭയങ്കരമായിട്ട് വിഷമവും പകയും ഇത്തരം പ്രകടിപ്പിക്കുന്ന ആളുകളാണോ? യമനിലുള്ള ആളുകൾ എത്തരമാണ് പൊതുവെ? യമനിലെ ആളുകൾ, തലാലിന്റെ ബ്രദർ ഉൾപ്പെടെ, അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഭയങ്കര മാധുര്യമുള്ള ഒരു സ്വഭാവമാണ് യമനികളുടേത്. തലാലിന്റെ ബ്രദർ ഉൾപ്പെടെ ഇവരുടെ കുടുംബത്തിൽ നടന്ന, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഫത്താഹ് മഹദിയുടെ മകൻ തന്നെയാണോ എന്ന് പോലും എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇവരുടെ കുടുംബത്തിൽ നടന്ന മറ്റൊരു കൊലപാതകത്തിൽ കരുണ കാണിച്ച, പ്രതിക്ക് ക്ഷമിച്ചു കൊടുത്ത ആളാണ് ഈ തലാലിന്റെ സഹോദരൻ ഫത്താഹ് മഹദി ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പൊ ഞാനതിന്റെ ഒരു ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാണ്. കൃത്യമായി ആരാണ് ആ മരണപ്പെട്ടത് എന്നൊക്കെ എനിക്കൊന്നും കൂടി ചെക്ക് ചെയ്ത് പറയേണ്ടതുണ്ട്. അപ്പോ തലാലിന്റെ സഹോദരൻ പോലും അത്തരം നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമയാണ്. മറിച്ച് സ്വാഭാവികമായിട്ടും കൊന്ന് 110 കഷ്ണങ്ങളാക്കി വെട്ടുന്നുറുക്കി ഈ കാഴ്ചകൾ അദ്ദേഹത്തെ അത്രമേൽ വേദനിപ്പിക്കുന്നുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു രംഗം ജീവിതത്തിൽ വരുമ്പോഴാണ് നമുക്ക് അതിന്റെ പ്രയാസം മനസ്സിലാകുക. അതിൻ്റെതായ ഒരു പ്രകടനം, അദ്ദേഹത്തെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. അദ്ദേഹം
അദ്ദേഹത്തിന് അവകാശപ്പെട്ട വൈകാരിക പ്രകടനം മാത്രമാണ് അദ്ദേഹം ഇപ്പൊ പങ്കുവെക്കുന്നത്. നമ്മൾ അതിനോട് വളരെ പക്വമായി, വളരെ മാന്യമായിട്ട് പെരുമാറുകയും വളരെ നയതന്ത്രപൂർവ്വം അതുമായി ഡീൽ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ കാണിക്കേണ്ട മറ്റൊരു മര്യാദയാണ്, അദ്ദേഹത്തെ വേദനിപ്പിക്കാതെ തന്നെ. യമനികള് യമനികളെ വലിയൊരു പ്രത്യേകത ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെറിയ രൂപത്തിൽ പറഞ്ഞിരുന്നു. ഭയങ്കര നല്ല സ്വഭാവമാണ്, എല്ലാവരെ കുറിച്ചും അവർ നല്ലതാണ് ചിന്തിക്കുക. ഇതേ സഹോദരനാണ് ഈ 200 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് നിമിഷപ്രിയ പിടിക്കപ്പെട്ടപ്പോൾ സെനയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു വേദനിപ്പിക്കലും ഒരു ഉപദ്രവവും അദ്ദേഹം നിമിഷപ്രിയയോട് ചെയ്തിട്ടില്ല. അത്രയും മാന്യമായ സ്വഭാവമുള്ള, എല്ലാവരെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന, അത്രയും വളരെ വിനയത്തോടു കൂടി പെരുമാറുന്ന ആളുകളാണ് യമനികൾ. അവരുടെ കുടുംബത്തിന്റെ ഉള്ളിലും നാട്ടുകാർ തമ്മിലൊക്കെയുള്ള ബന്ധം എന്നുള്ളത് എന്നെ ഏറ്റവും അസൂയപ്പെടുത്തിയ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും അസൂയപ്പെടുത്തിയ ഒരു നാടാണ് യമൻ. അതിലേറ്റവും പ്രധാനമാണ് സൗത്ത് യമൻ, ഹദർമൗത്ത് പോലെയുള്ള സ്റ്റേറ്റുകൾ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അഷ്റഫ് കടക്കലുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം യമനിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന തങ്ങൾ പരമ്പരയെ കുറിച്ചൊക്കെ കുറച്ച് വിശദമായി പറഞ്ഞിരുന്നേ. അപ്പോൾ അവിടെ യമനിൽ പഠിക്കാൻ പോയപ്പോൾ ഇവരുടെയൊക്കെ കുടുംബങ്ങളൊക്കെ അവിടെ ബാക്കിയുണ്ടോ? ഈ ഹദർമൗത്ത് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കത് പെട്ടെന്ന്, ഉണ്ടോ, ബാക്കിയുണ്ടോ? തീർച്ചയായും. ഇപ്പൊ കേരളത്തിലേക്ക് തങ്ങന്മാര് ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്ന തങ്ങന്മാരെന്ന് പറയുന്നത് ബുഖാരി എന്ന് പറയുന്ന കബീലയിലുള്ള തങ്ങന്മാരാണ്. ഇപ്പോ ഈ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി സെയ്ദ് ഇബ്രാഹിം ഖലീൽ ബുഖാരിക്ക് നിലകൊള്ളുന്ന പരമ്പര, ബുഖാരി കബീലയാണ് ആദ്യമായി വരുന്നത്. അവരുടെ വല്യുപ്പ ജലാലുദ്ദീൻ ബുഖാരി എന്ന് പറയും. കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്താണ് അവരുടെ മക്ബറ. അവരുടെയും വല്യപ്പമാരിൽപ്പെട്ട മറ്റൊരു ജലാലുദ്ദീൻ ബുഖാരി, ജഹാനിയാനി ജഹാങ്കശ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, ഒരു സയ്യിദ്, നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്കൊക്കെ വരികയും പിന്നീട് അദ്ദേഹം ഇവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന്. അദ്ദേഹമാണ് ആദ്യം വന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയാണ് വന്ന് സ്ഥിരതാമസമാക്കുന്നത് കേരളത്തില്. പക്ഷെ ഇവര് വന്നത് യമനിൽ നിന്നല്ല, ഇവര് മദീനയിൽ നിന്നാണ് വരുന്നത്. പക്ഷെ അവരുടെ പരമ്പര ഖുറാസ്ഥാൻ എന്ന് പറയുന്ന ഉസ്ബെക്കിസ്ഥാൻ, റഷ്യ, കസാക്കിസ്ഥാൻ, ഇവിടൊക്കെ അവരുടെ പരമ്പരകളുണ്ട്. അവിടെ നിന്ന് സൗദിയിലേക്ക് പോയി അവിടെ നിന്നാണ് പിന്നീട് ഇവര് കേരളത്തിലേക്ക് വരുന്നത്. പക്ഷെ അതിനുശേഷം വന്ന മറ്റെല്ലാ കബീലകളും എന്ന് തന്നെ പറയാം, ഒന്നോ രണ്ടോ കുടുംബങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം യമനിൽ നിന്ന് വന്ന ഈ തങ്ങൾ കുടുംബങ്ങളാണ്. ഇപ്പോ ഈ ബാഫക്കി എന്ന് പറയുന്ന കുടുംബം, അതുപോലെ ജമലുല്ലൈലി എന്ന് പറയുന്ന കുടുംബം, അതിൽ ഏറ്റവും പ്രധാനം ജിഫ്രി കുടുംബമാണ്. അതിനുശേഷം യമനിൽ നിന്ന് ആദ്യമായി വന്ന കുടുംബം ജിഫ്രിയാണ് എന്നാണ് എൻ്റെ അറിവ്. കോഴിക്കോട് കുറ്റിച്ചിറയിലൊക്കെ ഉള്ള ജിഫ്രി തങ്ങൾ. അല്ല, ഞാൻ ചോദിച്ചത് ഇവരുടെയൊക്കെ അവിടെ ബന്ധുക്കളുണ്ടോ? യമനില് ആ കുടുംബമൊക്കെ ഉണ്ടോ? ഈ പാണക്കാട് തങ്ങന്മാരുടെ വല്യാപ്പമാര്, ജിഫ്രി തങ്ങളെ വല്യാപ്പമാര്, ഇവിടെ വന്ന ആളുകളുടെ ഒക്കെ തറവാടുകൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അത് ശരിക്ക് എവിടെയെങ്കിലും അവിടെ യമനിൽ പഠിക്കുന്ന കാലത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ അത്തരം വീടുകളിലോ? ശിഹാബ് തങ്ങന്മാര്, ഇപ്പൊ പാണക്കാട് തങ്ങന്മാര്, അവരുടെ ഒക്കെ തറവാട് ഇപ്പോഴും തെരിയമില്ലുണ്ട്. ഈ റബീഉൽ അവൽ പോലെയുള്ള മാസങ്ങളിലേക്ക് ഇത്തരം ഓരോ തറവാടുകളും ഓരോ ദിവസം അവർ നൂറ്റാണ്ടുകളായിട്ട് അവരുടെ പാരമ്പര്യത്തെ ഭയങ്കരമായിട്ട് സംരക്ഷിക്കുന്ന ആളുകളാണ്. ഇപ്പം ആദാത്തുകൾ എന്ന് പറയും, അതായത് പതിവ് ചര്യകൾ. ആദാത്തു തരീം, തരീമിലെ പതിവ് ചര്യകൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥം തന്നെ ഉണ്ട്. അവിടെ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു വീട്ടില് വലിയ സ്കോളർ, ഇപ്പോഴത്തെ ഹബീബ് ഉമറിനൊക്കെ പോലെയുള്ള അന്നത്തെ സൂഫി പണ്ഡിതൻ നടത്തിയിരുന്ന ഒരു മൗലിദ് ഉണ്ടാവും, ഒരു പ്രോഗ്രാം. അത് ഇപ്പോഴും അവര് ആ ദിവസമാകുമ്പോൾ എല്ലാവരും ആ വീട്ടിൽ പോയി, അദ്ദേഹം മരിച്ച നൂറ്റാണ്ടുകളായി, പക്ഷെ ഇപ്പോഴും അവിടെ പോയിട്ട് അത് നടത്തും. അപ്പൊ അങ്ങനെ ഈ പാരമ്പര്യ ആചാരങ്ങൾക്കൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ. അത്തരം പരിപാടികളുടെ ഭാഗമായിട്ട് ഈ ബാഫക്കി കുടുംബത്തിന്റെ തറവാട്ടില്, ജിഫ്രി കുടുംബത്തിന്റെ തറവാട്ടില്, ഷിഹാബ് തങ്ങന്മാരുടെ കുടുംബത്തിന്റെ തറവാട്ടിലൊക്കെ ഞങ്ങള് അവിടെ പഠിക്കുന്ന കാലത്ത് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്ക് യമനിലേക്ക് ഇനിയും പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ പോയി ഒരു ഗവേഷണം ചെയ്യുകയും ഡോക്യുമെന്ററികളൊക്കെ ചെയ്യേണ്ട ഒരു നല്ലൊരു സബ്ജക്റ്റാണ് ഈ വിഷയം. അപ്പൊ ഈ തങ്ങന്മാർ ഇവിടെ വന്നിട്ട് നമ്മളെ പോലെ ആയതാണോ, അതോ യമനികൾക്ക് നമ്മളുടെ മലയാളികളുടെ ജീവിത രീതിയും പെരുമാറ്റ രീതിയൊക്കെ ആയിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ? ഇതില് കുറെ സാദൃശ്യതകളുണ്ട്. നമ്മളെ ഈ കേരളത്തിലൊക്കെ എടുക്കുന്ന, മലബാറിലൊക്കെ ഉപയോഗിക്കുന്ന പ്രത്യേകതരം മുണ്ടും ഷർട്ടൊക്കെ ഉണ്ടല്ലോ, ഒരു ജുബ്ബ, ഇത് യമനിലെ വസ്ത്രധാരണയും ഏകദേശം ഇതിനോട് സമീകരിക്കുന്നതാണ്. പിന്നെ ഈ തലപ്പാവ്, കേരളത്തിലെ മതപണ്ഡിതന്മാര് ഉസ്താദുമാരൊക്കെ ഉപയോഗിക്കുന്ന തലപ്പാവും യമനികളുടെ തലപ്പാവ് രീതിയാണ്. അവർ തലപ്പാവ് അണിയുന്ന രീതിയാണ്. ഇത് വലിയ രൂപത്തിൽ ഇവിടെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ നാട്ടിലെ തങ്ങൾ കുടുംബത്തിലും ഇപ്പൊ ഈ ഒരു യമനികളുടെ കുറെ മര്യാദകൾ നമുക്ക് കാണാം. അതൊരു തങ്ങൾ വീട്ടിൽ നിങ്ങൾ പോയാൽ ഭയങ്കരമായ ആതിഥ്യ മര്യാദ,
എപ്പോഴും എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഇടങ്ങളായിരിക്കും കേരളത്തിലും തങ്ങന്മാരുടെ വീടുകൾ. അവർ യമനിൽ നിന്ന് വരുമ്പോൾ ഈ തങ്ങൾ കുടുംബത്തിന്റെയും യമനികളുടെയും കുറേ സംസ്കാരങ്ങൾ ഇപ്പോഴും കേരളത്തിൽ ജീവിക്കുന്ന തങ്ങന്മാരിൽ അവശേഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ അപ്പൊ ഇന്ത്യ തങ്ങന്മാർ ഉം. എല്ലാ മതസ്ഥരും വരുമല്ലോ, അവരുടെ പ്രശ്നങ്ങൾ പറയാൻ, ആവലാതികൾ പറയാൻ, സങ്കടങ്ങൾ പറയാൻ. അത് ശരിക്കും അവിടെ നിന്ന് ആ സംസ്കാരം തന്നെ അവരിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നാണല്ലോ നമ്മൾ കാന്തപുരം ഉസ്താദിനെ പറയുന്നത്. അപ്പൊ മുസ്ലിങ്ങളിൽ തന്നെ കുറെ പേരുകൾ അതിനെ പരിഹസിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സമ്പ്രദായം ഒന്നും ഇന്ത്യയിലില്ല, ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല, ഇത് വെറുതെ ഉള്ളൊരു തട്ടിപ്പാണെന്ന്. പക്ഷേ ഇതുപോലെ രാജ്യത്തിന്റെ അതിർത്തി വിട്ട് സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ പേരിന് വളരെ പ്രാധാന്യം കിട്ടുന്നുണ്ട്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ അദ്ദേഹത്തിന്റെ പേരിന് മുമ്പിൽ ഇത് വളരെ ഒരു റെസ്പെക്റ്റോട് കൂടിയാണ് അവർ എഴുതുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഉള്ളതാണോ ഈ സ്ഥാനം, അതോ പുറത്ത് മാത്രമേ ഉള്ളൂ, ഇന്ത്യയിൽ ഇതില്ലേ? ഗ്രാൻഡ് മുഫ്തി എന്നുള്ളത് കാന്തപുര ഉസ്താദിനെ ഗ്രാൻഡ് മുഫ്തിയാക്കി പുറത്ത് രാജ്യങ്ങളിൽ ഗവൺമെന്റ്, അതാത് രാജ്യത്തെ ഗവൺമെന്റുകൾ ഗ്രാൻഡ് മുഫ്തി എന്നുള്ളൊരു പോസ്റ്റിൽ ഒരാളെ നിയമിക്കും. ഇന്ത്യ സ്വാഭാവികമായിട്ടും ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് അല്ല. അപ്പൊ ഇവിടെ ഗവൺമെന്റിൽ ഗ്രാൻഡ് മുഫ്തി അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പ് ഇങ്ങനത്തെ പോസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അത് അവിടുത്തെ വിശ്വാസികളാണ് തീരുമാനിക്കുന്നത്. കാന്തപുരം ഉസ്താദിനെ ഇതിനു മുമ്പുള്ള ഗ്രാൻഡ് മുഫ്തി ഒരു നോർത്ത് ഇന്ത്യൻ ബറേൽവി പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗാനന്തരം ഡൽഹി രാംലീല മൈതാനിയിൽ നടന്ന ഒരു സമ്മേളനത്തിലാണ് ഇന്ത്യയിലെ വിവിധ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകൾ, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകൾ, സുന്നി സംഘടനകൾ, ഒരുപാട് സംഘടനകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഡൽഹി രാംലീല മൈതാനത്തിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ ഇന്ത്യയുടെ അടുത്ത ഗ്രാൻഡ് മുഫ്തിയായിട്ട് കാന്തപുര ഉസ്താദിനെ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഗ്രാൻഡ് മുഫ്തി ആയതോടുകൂടി കാന്തപുര ഉസ്താദിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വാല്യൂ ഉണ്ടായി എന്നതല്ല ഞാൻ മനസ്സിലാക്കുന്നത്. കാന്തപുരം ഗ്രാൻഡ് മുഫ്തി ആയതോടുകൂടി ഒരു ഇസ്ലാമിക രാജ്യമല്ലാത്ത ഒരു ഒരു സെക്യുലർ രാജ്യത്തെ ഔദ്യോഗികമല്ലാത്ത, അതായത് ഗവൺമെന്റിൻ്റെതല്ലാത്തൊരു ഗ്രാൻഡ് മുഫ്തി പോസ്റ്റിൽ ഏറ്റവും ആഗോളതലത്തിൽ പരിഗണിക്കപ്പെടുന്ന ഗ്രാൻഡ് മുഫ്തി AP ഉസ്താദായിരിക്കും. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവവും അദ്ദേഹത്തിന്റെ സ്വാധീനം കൂടി കൊണ്ടാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു പദവിയിലെത്തിയപ്പോൾ ഇത്തരം ഒരു പദവി എങ്ങനെ നമ്മുടെ രാജ്യത്തിനും ഈ രാജ്യത്തെ ജനങ്ങൾക്കും മുസ്ലിം സമുദായത്തിനും പുരോഗതി ലഭിക്കുന്ന രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം അത് പ്രായോഗികവൽക്കരിച്ചു. ഈ ഒരു പദവി ഉപയോഗിച്ച് അദ്ദേഹം ഈ രാജ്യത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്തു, അവസാനം ഈ നിമിഷപ്രിയയുടെ കേസിൽ ഉൾപ്പെടെ. ചെയ്യാൻ പറ്റി. ഇപ്പൊ പുറം രാജ്യങ്ങളിൽ സുന്നികളും ഷിയാക്കളും തമ്മിലുള്ള വൈരത്തേക്കാൾ ഭയങ്കര കടുത്തതാണോ കേരളത്തില്? സുന്നികൾ തമ്മിൽ തന്നെയാണോ, സുന്നികളും മറ്റെന്തെങ്കിലും വിഭാഗങ്ങളും തമ്മിലാണോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തെ ഇപ്പൊ കുറെ മുസ്ലിം പേരുകാർ തന്നെയാണ് ആക്ഷേപിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അവർ ആരോപിക്കുന്ന വലിയൊരു ആരോപണമാണ് ആത്മീയ ചൂഷകനാണ്, ആത്മീയ വ്യാപാരങ്ങൾ നടത്തുന്നു, അതിലൂടെ ധനസമ്പാദനം നടത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അതോ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത്രകാല സമുദായത്തിന്റെ അകത്തു നിന്നായിരുന്നു, ഇപ്പം പുറത്തു നിന്ന് കൂടിയുണ്ട്. വെള്ളാപ്പള്ളി. ആ, വെള്ളാപ്പള്ളി. ഓക്കെ. ഇതില് ചില ഞാൻ കാര്യങ്ങളിൽ വെള്ളാപ്പള്ളിയോട് വളരെ യോജിക്കും, ഇത്തരം കാര്യങ്ങളിലൊക്കെ. ചില കാര്യങ്ങളിൽ വിയോജിക്കുമ്പോഴും സമുദായത്തിനകത്തുള്ള ചിലര് വെള്ളാപ്പള്ളിയോട് ഇതിനോടൊക്കെ യോജിക്കുന്നുണ്ടാവും. അതെ, നമ്മൾ ഇതില് ഒന്ന് സുന്നി പ്രസ്ഥാന നേതൃത്വം ഒന്നും വെള്ളാപ്പള്ളിയോട് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാത്തത് നമ്മുടെ രാജ്യം വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ സാമുദായിക ധ്രുവീകരണം ശക്തിപ്പെടുത്തുന്ന ഒന്നിനും നമ്മളായിട്ട് ഒരു മരുന്ന് നൽകരുത് എന്ന ജാഗ്രതയുടെ ഭാഗമാണ് അവർ കാണിക്കുന്ന മൗനവും അവർ പ്രതികരണങ്ങളിൽ കാണിക്കുന്ന സൗമ്യതയും. ഇപ്പോ ഹക്കീം അസീറിയെ പോലെയുള്ള ആളുകൾ പോലും പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ പ്രായാധിക്യം കൊണ്ട് പറയുന്നതാകാം, അദ്ദേഹം അങ്ങനെയൊന്നും മനസ്സിൽ വെക്കുന്ന ആളല്ല എന്നാണ്. അത് അവരുടെ ഒരു മാന്യതയാണ്. വെള്ളാപ്പള്ളി പറഞ്ഞ ഒരു സാധനം, കേരളത്തില് കാന്തപുരം പറയുന്നതിനനുസരിച്ചാണ് കേരളം ഭരിക്കുന്നത്, അഥവാ അതിന്റെ ഒരു 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 പരിഭാഷ എന്ന് പറയുന്നത് കാന്തപുരം അനർഹമായതൊക്കെ ഇവിടുത്തെ ഭരണകൂടത്തിൽ നിന്ന് നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് SNDP പോലത്തെ ഒരു മൂവ്മെന്റ് ആണല്ലോ കാന്തപുരത്തിന്റെ മൂവ്മെന്റ് എന്നുള്ളത്. ഒരു സാമുദായിക സംഘടനയാണ് SNDP, മറ്റൊരു സാമുദായിക സംഘടനയാണ്. SNDPക്ക് കേരളത്തിൽ എത്ര എയ്ഡഡ് കോളേജുകളുണ്ട്, എത്ര എയ്ഡഡ് സ്കൂളുകളുണ്ട്? അതില് ഗവൺമെന്റ് എത്ര സ്കൂളുകൾക്കും എത്ര സ്ഥാപനങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും സൗജന്യമായി ഭൂമി നൽകിയിട്ടുണ്ട്? പിന്നെ അവർക്ക് എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപക നിയമനത്തിനൊക്കെ എത്ര പണം വാങ്ങുന്നുണ്ട്? പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സംഘടനക്ക് അത്രയും ശക്തമായ ദേശീയ തലത്തിൽ വേരുകളുള്ള ഒരു മുസ്ലിം സാമുദായിക സംഘടനയ്ക്ക് കേരളത്തിൽ ഒരു എയ്ഡഡ് കോളേജ് പോലും ഇല്ല. ഒരു എയ്ഡഡ് കോളേജുകൾ പോലും ഇല്ല.
അദ്ദേഹം ഇത്രയും സ്വാധീനമുണ്ട്, അദ്ദേഹം പറയുന്നതിനനുസരിച്ച് ഭരണം നടത്തുന്നു എന്ന് പറയുന്ന ഗവൺമെന്റിൽ നിന്ന് ഒരു എയ്ഡഡ് കോളേജ് പോലും, ഇപ്പൊ കഴിഞ്ഞ സർക്കാർ 3 കോളേജുകൾക്ക് എയ്ഡഡ് പദവി നൽകിയിട്ടുണ്ട്. അതില് ഒന്നുപോലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സംഘടനയ്ക്ക് ലഭിച്ചിട്ടില്ല. ഇനി അതോടൊപ്പം സമുദായത്തിന്റെ അകത്ത് നിന്ന് പലരും ഉന്നയിക്കുന്ന, നിങ്ങൾ ആദ്യം സൂചിപ്പിച്ച വിഷയം, കാന്തപുരത്തിന്റെ ആത്മീയ ചൂഷണം, അദ്ദേഹം മതം ഉപയോഗിച്ച് സാമ്പത്തിക ചൂഷണം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സാമ്പത്തിക ചൂഷണം നടത്തുക? ഇപ്പോൾ ഞാൻ കാന്തൂർ AP മുസ്ലിയാരുടെ മിഷന്റെ ഭാഗമായിട്ടുള്ള മലപ്പുറത്ത് മഅദിൻ അക്കാദമി എന്നുള്ള സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരിയുടെ സ്ഥാപനത്തിൽ +1 +2 ഡിഗ്രിയും PG ഒക്കെ സ്കോളർഷിപ്പോട് കൂടി തീർത്തും സൗജന്യമായി പഠിച്ച ഒരാളാണ്. ഹോസ്റ്റൽ ആൻഡ് മെസ് ഉൾപ്പെടെ സൗജന്യമായിട്ട് ഈ സമുദായത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ വിദ്യാഭ്യാസം നൽകി ശാക്തീകരിക്കാനുള്ള വലിയൊരു മൂവ്മെന്റ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഇത് മുഴുവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്റെ പ്രവർത്തകരിൽ നിന്നും അവരുടെ സ്വാധീനം ഉപയോഗിച്ച് മധ്യേഷ്യയിൽ നിന്നും ഒക്കെ പിരിവെടുത്ത് കൊണ്ടുവന്ന് അവർ വാങ്ങിയ ഭൂമിയിൽ അവര് പിരിവെടുത്ത് സ്ഥാപിച്ച സ്ഥാപനത്തിൽ അവര് തന്നെ ഇത്തരം ഡൊണേഷനുകൾ കളക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് ഭക്ഷണവും താമസവും വിദ്യാഭ്യാസവും കൊടുക്കുന്ന ഒരു രീതിയാണ് കാന്തൂർ AP മുസ്ലിയാരുടെ അടുത്ത്. സാമ്പത്തിക ചൂഷണം നടത്തണമെങ്കിൽ ഈ വരുമാന മാർഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പഴയ കാലത്തുള്ള നൂറുകണക്കിന് വഖഫ് ഭൂമികളുള്ള പള്ളികൾ, ടൗണുകളിലൊക്കെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ ഉള്ള പള്ളികൾ, ഇവിടെ വരുമാനമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആത്മീയ ചൂഷണം നടത്താനുള്ള ഒരു വഴിയാണ്. അങ്ങനെയുള്ള ഒരു ടൗൺ പള്ളികളും കാന്തപുരം AP മുസ്ലിയാരുടെ കയ്യിലില്ല. മറിച്ച് ടൗണുകളിൽ 10-20 സെന്റ് വാങ്ങി അദ്ദേഹം തന്നെ നിർമ്മിച്ച വരുമാനമില്ലാത്ത, ചെലവ് അധിക ബാധ്യതയാകുന്ന പള്ളികൾ മാത്രമേ അദ്ദേഹത്തിന്റെ കീഴിലുള്ളൂ. രണ്ടാമത്തത് മക്ബറകൾ. മക്ബറകൾ എന്ന് പറയുന്നത് ഈ സൂഫി വര്യന്മാരുടെ ദർഗകൾ, മമ്പുറം പോലെ, മടവൂര് പോലെ, മാലിക് ദിനാർ പോലെ ഇത്തരത്തിലുള്ള ദർഗകൾ ഒന്നും കാന്തപുരം AP മുസ്ലിയാരുടെ സംഘടനയുടെ കീഴിലില്ല. അതെല്ലാം ആ പിളർപ്പിന്റെ സമയത്ത് EK വിഭാഗം സംസ്ഥയുടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന മാനേജ്മെന്റുകളാണ് വഖഫ് ഭൂമികളും അതുപോലെ ദർഗകളും ഇത്തരം വരുമാന വഴികളുള്ള മതസ്ഥാപനങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. അവിടെയാണ് സാമ്പത്തിക ചൂഷണത്തിനുള്ള അവസരങ്ങൾ ഉള്ളത്. കാന്തപുരം AP മുസ്ലിയാരുടെ അടുത്ത് മുഴുവനും ബാധ്യതകളാണ്, അങ്ങോട്ട് ചെലവഴിക്കേണ്ട ബാധ്യതയുള്ള സ്ഥാപനങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും. അങ്ങനെയാണ്. പിന്നെ ഒന്ന് ഈ സ്കൂളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കോളേജുകളോ സ്കൂളുകളോ, അദ്ദേഹത്തിന് ആകെ 1-2 എയ്ഡഡ് സ്കൂളുകളുണ്ട്. ബാക്കിയെല്ലാം അൺഎയ്ഡഡ് സ്ഥാപനങ്ങളാണ്. എയ്ഡഡ് കോളേജുകൾ ഒന്നുപോലും ഇല്ല. അപ്പം വലിയ കോഴ വാങ്ങി അധ്യാപകനെ നിയമനം നടത്താനുള്ള അവസരങ്ങളും അദ്ദേഹത്തിന് ഇല്ല. അപ്പൊ ഇദ്ദേഹം എവിടെയാണ് ആത്മീയ ചൂഷണം നടത്തുന്നത് എന്ന് കൃത്യമായ ഡാറ്റ വെച്ച് പരിശോധിച്ചാൽ നമുക്ക് വസ്തുതകൾ ബോധ്യപ്പെടും. ഇനി ഇവിടെ ഒരുപാട് എയ്ഡഡ് കോളേജുകൾ നടത്തുന്ന, എയ്ഡഡ് സ്കൂളുകൾ നടത്തുന്ന, അതിൽ അധ്യാപക നിയമനത്തിന്റെയും വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷന്റെയും പേരിൽ പോലും ഭീമമായ ഡൊണേഷനുകൾ, കോഴകൾ വാങ്ങുന്ന വലിയ സാമ്പത്തിക ചൂഷണങ്ങൾ ഈ മതസ്ഥാപനങ്ങളുടെ പേരിൽ നടത്തുന്ന ചിലരുണ്ട്. തീർച്ചയായും പുതിയ കാലത്തെ തലമുറ അവരെ ഓഡിറ്റ് ചെയ്യാൻ രംഗത്തിറങ്ങും. അന്ന് അത്തരം വസ്തുതകൾ എന്താണെന്നുള്ളത് പുറത്തു വരികയും ചെയ്യും. ഒരു മനുഷ്യനെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ഇടപെട്ടു എന്നതിന്റെ പേരിലാണല്ലോ ഇത്രയധികം ചീത്തയൊക്കെ കേൾക്കുന്നത്. ഈ മുസ്ലിം സംഘടനകൾ തമ്മിൽ ഇങ്ങനെയൊക്കെ തല്ലുന്നതിന് പകരം എപ്പോഴെങ്കിലും സംഘപരിവാറിനെതിരായ പോരാട്ടത്തിലോ ഫാസിസത്തിനെതിരായ ഒരു ചേരിയിലൊക്കെ ഒന്നിച്ച് അണിനിരക്കൽ സാധ്യമാണോ? അത്തരം ചർച്ചകൾ സമുദായങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ? നമ്മൾ ഒന്നിച്ച് നിൽക്കണം, സംഘപരിവാറാണ് പ്രധാനപ്പെട്ട ശത്രു എന്ന? തീർച്ചയായും അത്തരം ചർച്ചകളൊക്കെ അത്തരം വേദികൾ, ഇപ്പൊ NRC വേദികളിലും മറ്റുമൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇതിലേറ്റവും പലപ്പോഴും മുസ്ലിം സംഘടനകൾക്കുള്ളിലുള്ള അനൈക്യത്തെ കുറിച്ച് പുറത്തുള്ള ആളുകൾക്ക് വലിയ ക്ലാരിറ്റി ഇല്ല. ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത് ഈ സുന്നി വിഭാഗങ്ങൾ അവര് വിശ്വാസികളല്ല എന്നുള്ളതാണ് ഈ സലഫികൾ പോലെയുള്ള അവാന്തര വിഭാഗങ്ങളുടെ കാഴ്ചപ്പാട്. അവര് മുശ്രിക്കാണ്, അഥവാ സത്യനിഷേധികളാണ്, അവര് മുസ്ലിം അല്ല എന്നുള്ളതാണ്. ഇവരുമായിട്ടുള്ള ഐക്യ ചർച്ചകളിൽ ഈ സമസ്ത വിഭാഗം, അതായത് സുന്നികൾ, സലഫികൾക്ക്, മുജാഹിദ് സംഘടനകൾക്ക് അയച്ചൊരു കത്തുണ്ട്. ഞങ്ങളെ മുസ്ലിങ്ങളായിട്ട് പരിഗണിക്കുമോ? അപ്പോഴാണല്ലോ മുസ്ലിം ഐക്യം എന്നുള്ള നിലക്ക് നമുക്ക് ഒരുമിച്ചിരിക്കാനും ചർച്ചകൾ നടത്താനും സാധിക്കുക. അങ്ങനെ സമസ്തക്കാര് മുജാഹിദ് സംഘടന ഓഫീസിലേക്ക് ഒരു കത്ത് അയച്ചു, ഞങ്ങൾ മുസ്ലിമായി പരിഗണിക്കുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതിന് ഇതുവരെ അവർ മറുപടി കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും ഈ മുസ്ലിം ഐക്യം എന്നുള്ള നിലക്കുള്ള ഇടപെടലുകൾ സാധ്യമല്ലാത്തത്. ഇത് എപ്പോഴാണ് ഈ കത്ത്? ഏത് കാലത്ത് അയച്ചതാ? കുറച്ച് മുമ്പാണ്, ഒരു 10-20 വർഷം മുമ്പുള്ള ഒരു സംഭവമാണ്. കാരണം ഇപ്പൊ ഇവര് പറയും ഞങ്ങൾ മുജാഹിദ് വിഭാഗത്തോട് സുന്നികൾ പൊതുവെ സലാമൊന്നും പറയില്ല എന്ന് പറയും. കാരണം ഇവര് മുസ്ലിങ്ങളല്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ ഒരു മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരാൾ പ്രസംഗം ഉണ്ടായിരുന്നു, സുന്നി മദ്രസയിൽ പോകുന്ന ആളുകളുടെ കഴുത്തിനരിച്ച് കൊല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്.
അപ്പൊ ഇവര് മുസ്ലിങ്ങളല്ല, ഇവര് വിശ്വാസികളല്ല എന്നാണ് ഒരു തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ സലഫികളുടെ ഒക്കെ നിലപാട്. പക്ഷെ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ പുറത്ത് നിൽക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല എന്ന്. ഇപ്പൊ ഞാൻ എന്റെ പോലുള്ള കുറെ ആളുകള് സുന്നികളെയാണല്ലോ മുസ്ലിങ്ങളായിട്ട് കരുതുന്നത്. അപ്പോഴോ ഞങ്ങള് എന്നെയൊക്കെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോ ഒരു സുന്നി കൊണ്ട് പ്രധാനമായും സുന്നികളാണത്. കാരണം അവരാണല്ലോ വിശ്വാസപരമായും സമാധാനപരമായും ഒക്കെ കുറച്ച്. അതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഈ സുന്നികളെ ആത്മീയത എന്ന് പറയുന്നത് അത് വളരെ വിശാലമായ ഒരു മാനവിക പക്ഷത്ത് നിന്നുള്ള ഒന്നാണ് സുന്നികൾ സൂഫികൾ പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അതിനെ ഉൾക്കൊള്ളണമെങ്കിൽ അക്ഷരവായന നടത്തുന്ന ആളുകൾക്ക് ആത്മീയത എന്നുള്ളത് കേവലം ഈ ടെക്സ്റ്റുകളിൽ നിന്നുള്ള അക്ഷരവായന നടത്തുന്ന ആളുകൾക്ക് ഈ വിശാലമായ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതത്തിന്റെ വിശാല സങ്കല്പങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. നിങ്ങൾ ആലോചിച്ചു, കേരളം കണ്ട ഇത്രയും വലിയൊരു മത പണ്ഡിതൻ അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട 3 പരിപാടികൾ. 2002 അദ്ദേഹം ഒരു കേരള യാത്ര നടത്തിയിരുന്നു, കാന്തപുര ഉസ്താദ്. ഒരു മതപണ്ഡിതൻ നടത്തുന്ന കേരള യാത്രയുടെ പ്രമേയം മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാൻ എന്നുള്ളതായിരുന്നു. അദ്ദേഹം 2012 രണ്ടാമത്തെ കേരള യാത്ര നടത്തിയിട്ടുണ്ട്. അതിന്റെ പ്രമേയം മാനവികതയെ ഉണർത്തുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ 3-മത്തെ കേരള യാത്ര നവംബറിൽ നടക്കാൻ പോകുന്നുണ്ട്. അത് കേരള മുസ്ലിം ജമാഅത്തിന്റെ ഒരു ക്യാമ്പയിന്റെ ഭാഗമാണ്. അതിന്റെ പ്രമേയം മനുഷ്യർക്കൊപ്പം എന്നുള്ളതാണ്. എനിക്ക് ഓർമ്മ വന്നത്, ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു VS അച്യുതാനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പോസ്റ്റ് കണ്ടിരുന്നു. ഈ ഒരു മയ്യത്ത് കണ്ടപ്പോൾ പ്രവാചകൻ അതിന്റെ ഒരു അവിശ്വാസിയുടെ മയ്യത്ത് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു എന്നുള്ളത്. അപ്പൊ അത് വർഗീയത ഇല്ലാത്ത അവിശ്വാസി ആയതുകൊണ്ടാണ് എന്നാണ് ഒരാൾ സമർത്ഥിക്കാൻ. ജൂതൻ മുസ്ലിം വിരോധി ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ജൂതന്റെ വിശദാംശങ്ങള്, പേര്, അഡ്രസ്സ് അല്ലെങ്കിൽ മുസ്ലിം വിരോധി ആയിരുന്നോ എന്നുള്ള ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ? എന്റെ മക്കൾ പറഞ്ഞിട്ടുണ്ട്, അന്ന് പ്രവാചകന്റെ അനുചരന്മാര് ചോദിക്കുമ്പോ പ്രവാചകൻ പറയുന്ന മറുപടി തന്നെ അലൈസത്ത് നഫ്സൻ എന്നാണ്. അതായത് അതൊരു മനുഷ്യ ശരീരമല്ലേ, അതൊരു മനുഷ്യനല്ലേ എന്നുള്ളതാണ്. ഇപ്പൊ VS അച്യുതാനന്ദന്റെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ചർച്ചയിൽ പോകുന്നില്ല. പക്ഷെ അതിനപ്പുറം മനുഷ്യൻ എന്ന വിശാലമായ ഒരു സങ്കല്പമുണ്ട്. മതം എന്നുള്ളത് മനുഷ്യന് വേണ്ടിയിട്ടാണ്, അല്ലാതെ മതത്തിന് വേണ്ടിയിട്ടല്ല. മനുഷ്യൻ എന്നതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, ഇപ്പൊ ഇസ്ലാം മത വിരോധിയാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ വിമർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ചില എക്സ് മുസ്ലിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ നിരന്തരം രാവിലെ തൊട്ട് രാത്രി വരെ പച്ചത്തറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഇപ്പൊ നിമിഷപ്രിയയുടെ പോലത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു മനുഷ്യൻ വന്ന് ഇടപെടുമ്പോൾ ഉസ്താദിന്റെ അടുത്ത് വന്ന ഒരാള് ഒരു സഹായം ചോദിച്ചാൽ അത് ശരിക്കും പറ്റില്ല എന്ന് പറയണോ? ഒരിക്കലുമില്ല. ഖുർആനിൽ തന്നെ സൂറത്ത് തൗബയിൽ 6-ാം വചനത്തിൽ ഒരു ആയത്ത് തന്നെയുണ്ട്, അവിശ്വാസികള് അല്ലെങ്കിൽ ഈ മതത്തിന്റെ ശത്രുക്കൾ പോലും അഭയം ചോദിച്ചാൽ അവർക്ക് അഭയം കൊടുക്കണം എന്നാണ്. ഒരു മനുഷ്യനെ സഹായിക്കുന്നത് അതൊക്കെ ഈ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിലൊന്നുമല്ല. ഞാനൊരു രസകരമായ ഒരു കഥ പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകൻ, അദ്ദേഹം എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒരാളെയും കൂടി അതിൽ പങ്കു ചേർക്കും. എപ്പോഴും അതിഥികൾ വേണം. ഒരു ദിവസം അദ്ദേഹത്തിന് അങ്ങനെ ആരെയും അതിഥികൾ കിട്ടിയില്ല. അപ്പോ ഒരാൾ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ കിട്ടി. നോക്കുമ്പോൾ അദ്ദേഹം അവിശ്വാസിയാണ്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഏകദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ എന്റെ കൂടെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് തയ്യാറായില്ല. അപ്പൊ അന്ന് ഈ പ്രവാചകൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചു. അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ്, എന്താണ് നബിയെ നിങ്ങൾ ഇന്ന് അതിഥികളില്ലാതെ ഭക്ഷണം കഴിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ അള്ളാഹു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ 60 വർഷമായിട്ട് എന്നെ വിശ്വസിക്കാത്ത അദ്ദേഹത്തിന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നു, ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് കൊടുക്കാൻ എന്താണ് പ്രയാസം? അപ്പോ ഇവിടെയുള്ള എല്ലാവരെയും എല്ലാവർക്കും ഗുണങ്ങൾ ചെയ്യുന്നതും എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നതുമായ ഒരു ദൈവത്തിലാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ മതത്തിന്റെ കാഴ്ചപ്പാടുകളും വ്യവഹാരങ്ങളും വേറെയുണ്ട്. അതിനപ്പുറം മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള ഇടപാടുകളും വ്യവഹാരങ്ങളും മറ്റൊന്നാണ്. അതിവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അപ്പൊ എവിടെ നിന്നാണ് ഈ കാഫ്ര്യങ്ങൾ എന്നുള്ള പ്രയോഗം വന്നത്? ഇപ്പോ നമ്മളെടുത്തൊക്കെ എന്റെ വീഡിയോന്റെ കാലത്ത് നിരന്തരം ആളുകൾ വന്ന് കമന്റ് ഇടും. ഇപ്പൊ ഞാൻ ശരിക്കും സംസാരിക്കുന്ന ന്യൂനപക്ഷ പൊളിറ്റിക്സ് ആണ്. ഇപ്പൊ BJP അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, ഇപ്പുറത്തെ ന്യൂനപക്ഷ മുസ്ലിങ്ങളായതുകൊണ്ട് ആ രാഷ്ട്രീയം പറയുമ്പോൾ അത് മുസ്ലിങ്ങളെ കുറിച്ചാവുന്നു. ഇപ്പൊ വേറെ രാജ്യത്ത് ക്രിസ്ത്യാനികളാണ് ന്യൂനപക്ഷമെങ്കിൽ ക്രിസ്ത്യാനികളെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുക. അപ്പൊ ഇതിൽ ഇങ്ങനെ പൊതുവെ വരുന്ന ഒരു കമന്റാണ്, ആഫ്റ്റർ ഓൾ നിങ്ങൾ എല്ലാവരും കാഫ്ര്യങ്ങളാണ്, നിങ്ങളെയൊക്കെ അങ്ങനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആളുകൾ കമന്റ് ഇടും. അപ്പൊ ഇത് എവിടെ നിന്ന് വന്നു, ഈ വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള? കാഫിർ എന്ന ടേം സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തിയോളജിയെ സ്വീകരിക്കാത്ത ആളുകൾ എന്ന അർത്ഥത്തിൽ അവരെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ മലയാളത്തിൽ അമുസ്ലിമീങ്ങൾ എന്ന് പറയുന്നതിന്റെ ഒരു അറബിക് ടേമാണ് കാഫിർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പക്ഷെ സ്വാഭാവികമായും കാഫിറാണല്ലോ, ഞാൻ ആ തിയോളജിനെ സ്വീകരിക്കുന്നില്ലല്ലോ.
ഇവിടെ പ്രചരിപ്പിക്കുന്നത് അതിലൊരു വിദ്വേഷം നിറച്ച് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് ആ ടേം മാറിയിട്ടുണ്ട്. ഇവിടെ കാഫിർ എന്നുള്ളത് ഒരു തെറി വിളിക്കുന്ന പോലെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് പോലെയാണ് അതിനെ പ്രയോഗിക്കുന്നത് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. പ്രയോഗത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ എക്സ്പ്ലനേഷനിൽ ഞാൻ കാഫിറല്ലേ? അപ്പൊ അല്ല, നമ്മുടെ സ്വാഭാവിക ഇസ്ലാമിക് തിയോളജീനെ അംഗീകരിക്കുന്ന ആളുകളെ മുസ്ലിം എന്നും തിയോളജീനെ അംഗീകരിക്കാത്ത ആളുകളെ കാഫിർ എന്ന രണ്ട് പദപ്രയോഗങ്ങൾ അവരെ വേർതിരിക്കുന്നു. നമ്മൾ മുസ്ലിങ്ങൾ അമുസ്ലിമീങ്ങൾ എന്നതിന്റെ ഒരു അറബിക് ടേം ആയിട്ട് അതിനെ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ശത്രുത വെച്ച് പുലർത്തുന്നില്ല എന്നാണ് പറഞ്ഞത്. തീർച്ചയായും അതൊരു ശത്രുതയെ ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമല്ല. നമ്മൾ അമുസ്ലിം എന്ന് പറയുമ്പോൾ അതൊരു ശത്രുതയല്ലല്ലോ. ഈ രണ്ട് കാറ്റഗറികളെ വേർതിരിക്കുന്ന ഒരു ഭാഷാപരമായ പ്രയോഗമാണത്. ഇതൊക്കെ എത്ര വലിയ വിദ്വേഷ പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന വാക്കുകളായി മാറിയ അവസാനം വന്നപ്പോഴേക്കും. നമ്മള് നിമിഷപ്രിയയുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പല സൗഹാർദ്ദങ്ങളെ കുറിച്ചും മാനുഷികമായ ഇടപാടുകളെ കുറിച്ചും പറയുമ്പോൾ അവിടെ കാഫിർ ആണെങ്കിലും നിങ്ങൾ ഇത് കാണിക്കണം, അല്ലാതെ മുസ്ലിം എന്നുള്ള വേർതിരിവ് പാടില്ല എന്നൊക്കെയുള്ള ഒരുപാട് ഹദീസുകൾ, തിരുവചനങ്ങൾ, പ്രവാചകന്റെ അധ്യാപനങ്ങളൊക്കെ വേറെ കാണാം. ഓക്കെ, വിശദമായിട്ട് നമുക്കറിയില്ല. ഞാൻ നിമിഷപ്രിയയുടെ വിഷയത്തിൽ തിരിച്ചു വന്നാലേ നമ്മളൊരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇന്നലെ കണ്ടൊരു വാർത്ത പ്രിയയുടെ മകള് യമനിൽ എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഏത് രീതിയിലായിരുന്നു ആ എത്തല്? പിന്നെ സാമുൽ ജെറോമിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് ഇനി ഭാവി എന്താണ്? നിമിഷപ്രിയയുടെ കേസിന്റെ ഭാവി എന്താണ്? തുടർ നടപടികൾ അവരെങ്ങനെയാണ് എത്തിയത് എന്നുള്ളത് എനിക്ക് അറിയില്ല. മാത്രമല്ല ഈ ആക്ഷൻ കൗൺസിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനെ പോലെയുള്ള വർഷങ്ങളായിട്ട് ഈ വിഷയത്തിൽ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, നിയമ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികളോട് ചോദിച്ചപ്പോഴും അവർക്കും ഈ യാത്രയെക്കുറിച്ച് ധാരണയില്ല. അതിൽ ചില അവ്യക്തതകളുണ്ട്. മറ്റൊന്ന്, നമ്മൾ തലാലിന്റെ കുടുംബവുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തുകയും അവര് ഈ ദിയാമണിയിൽ ഉൾപ്പെടെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ചില ആളുകൾ, കേരളത്തിൽ നിന്ന് തന്നെയുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ചില ആളുകൾ കാന്തപുരം എ.പി. മുസ്ലിയാർ പറയുന്നതിനേക്കാൾ ഇരട്ടിയും രണ്ടിരട്ടിയും ഒക്കെ ദിയാപണം നമ്മൾ നൽകാം, നിങ്ങൾ അവരെ മാറ്റി നിർത്തി നമ്മൾ ത്രൂ ചർച്ചകൾ നടത്തണം എന്നൊക്കെയുള്ള ചില സന്ദേശങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു ചില ആളുകൾ മുഖേന. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഉസ്താദും തന്നെ അത്തരം ഒരു തീരുമാനത്തിലേക്ക്, അതായത് നമ്മൾ കുടുംബത്തെ അനുനയിപ്പിക്കുക, ബാക്കി അതിന്റെ ക്രെഡിറ്റ് എടുക്കലും കൊണ്ടുവരല കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, ഈ കടിപിടിയിൽ നമ്മൾ ഭാഗമാകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കായിരിക്കും ഉസ്താദും വരിക. അപ്പോൾ പല നീക്കങ്ങളും പല ഭാഗത്തുനിന്നും വരുന്നത് കൊണ്ട് തന്നെ ഇതിൽ ചില നിഗൂഢതകളുണ്ട്. എന്താണ് അതിന്റെ താല്പര്യം എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇതുവരെയുള്ള ചർച്ചകളിലും തീരുമാനങ്ങളിലൊന്നും ഈ പറയുന്ന പേരുകളോ ഈ ആളുകളോ ഒന്നും ഭാഗഭാക്കല്ല. നമുക്കതിനെ കുറിച്ച് അറിയുകയുമില്ല. എന്തായാലും ഈ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള, വധശിക്ഷ ഇനി ഇല്ല എന്നല്ലേ, ഇപ്പൊ മറ്റു ശിക്ഷകൾ ഉണ്ടാവുമായിരിക്കാം. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളതിൽ കാന്തപുരം ഉസ്താദിന് വലിയ റോൾ ഉണ്ടെന്നുള്ളത് ഇത്രയും കാലമായിട്ട് ഈ വാർത്ത ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. കാരണം ഇത്രയും കാലമായിട്ട് ഇത് സാധ്യമാകാതിരുന്ന ഒരു കാര്യമാണല്ലോ. എന്തായാലും എല്ലാ വിയോജിപ്പുകളും മാറ്റിവെച്ച് എല്ലാ മനുഷ്യരും അദ്ദേഹത്തിന് ഒരു നന്ദി പറയാൻ ഈ അവസരത്തിൽ ഒരു മിനിറ്റ് മാറ്റി വെച്ചു എന്നോർത്ത് ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തായാലും എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് അദ്ദേഹത്തോട് വളരെ നന്ദി പറയുന്നുണ്ട്. കാരണം വളരെ കെട്ട കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമോഫോബിയ, പരസ്പര വൈരം, സംഘപരിവാറിന്റെ രാഷ്ട്രീയ പ്രചാരണങ്ങൾ, അതിൻ്റെയൊക്കെ ഇടയിൽ ഇത്രയും ഒരു മുതിർന്ന പണ്ഡിതനായ ഒരു മനുഷ്യൻ നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടി ഇടപെട്ട് ഇത്രയേറെ വിദ്വേഷ പ്രചാരണത്തിന് അദ്ദേഹം കൂടി ഇരയാകുന്നു എന്നുള്ളത് വലിയൊരു സങ്കടകരമായ കാര്യം കൂടെ ആയി തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും ശരിക്കും ഒരു നന്ദി പറയാണ്. പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഒരു അവർക്കും അദ്ദേഹത്തിന്റെ ഈ ഇടപെടൽ അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഒരു നന്ദി പറയാനുള്ള അവസരമായിട്ട് ഇത് എടുക്കാം. അതായത് ഇത് നിമിഷപ്രിയയുടെ ഒരു ജീവൻ മാത്രമല്ല, കേരളത്തിലെ ഈ വലിയൊരു ശതമാനം ആളുകളുടെയും മനുഷ്യ മനസ്സുകളിൽ നിന്ന് ഒരു യഥാർത്ഥ സ്നേഹം, കരുണ, സഹവർത്തിത്വം ഇതൊക്കെ മരിച്ചു. അതിനുകൂടി ജീവൻ പൊപ്പിക്കുന്ന ഒരു സാധനമാണ് ശരിക്കും കാന്തപുരം ഉസ്താദിന്റെ ഈ വ്യക്തിത്വം.